ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഇഡ്ഡലിയുടെയും അതുപോലെ തന്നെ ദോശയുടെയും ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നമ്മൾ സാധാരണയായിട്ട് ദോശ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുമ്പോൾ സെപ്പറേറ്റ് ആയിട്ടാണല്ലോ മാവ് തയ്യാറാക്കുന്നത്. പക്ഷേ നമുക്ക് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയും അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് അത്യാവശ്യം വലിപ്പമുള്ളൊരു ബൗൾ എടുക്കാം. അതിലേക്ക് 1 കപ്പ് 230 ml അളവാണ്. അതിനകത്തേക്ക് ഞാൻ ഉഴുന്നിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി 1 ടീസ്പൂണ് ഉലുവ കൂടെ അതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതേ കപ്പ് അളവിൽ തന്നെ ഒരു 2.5 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. സാധാരണ പച്ചരിയോ അല്ലെങ്കിൽ ഇഡ്ഡലി അരിയോ ഉപയോഗിക്കാം. ഇത് രണ്ടും നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കി എടുക്കണം. അപ്പോൾ ഞാൻ ഉഴുന്നും ഉലുവയും കൂടെ ഇട്ടത് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 8 പ്രാവശ്യത്തോളം ഞാൻ കഴുകിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ പച്ചരിയും അതുപോലെ തന്നെ നല്ല രീതിയിൽ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുതിർത്തെടുക്കണം. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് ആദ്യം ഉഴുന്നിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു 2.5 കപ്പിൽ കൂടുതൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അതുപോലെ പച്ചരിയിലേക്ക് നമുക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കുതിരാനായിട്ട് വെക്കാം. ഒരു 4 മണിക്കൂറെങ്കിലും നമുക്കിത് കുതിരാനായിട്ട് വെക്കണം. അപ്പോൾ ഏകദേശം ഒരു 4 മണിക്കൂറിന് ശേഷം ഞാൻ എടുത്തപ്പോൾ ഉഴുന്നൊക്കെ നന്നായിട്ടൊന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. അതുപോലെ പച്ചരിയൊക്കെ നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് പകുതിയോളം പച്ചരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഫ്രിഡ്ജിൽ വെച്ച നല്ലോണം തണുപ്പിച്ച വെള്ളമാണ് നമ്മൾ ഈ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിത് അരഞ്ഞു കിട്ടുമ്പോഴേക്കും ഇത് ഒത്തിരി ചൂടായി പോകും. അപ്പോൾ അത് മാവ് പുളിക്കുന്നതിന് വളരെ ബുദ്ധിമുട്ടായിരിക്കും, കാരണം കുറച്ച് സമയം കൂടുതലെടുക്കും. അപ്പോൾ തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ മാവ് ആ ചൂടാകുന്നത് മാറി നന്നായിട്ട് തണുത്ത് തന്നെ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ അത് പെട്ടെന്ന് തന്നെ അധികം താമസം എടുക്കാതെ പൊങ്ങി വരികയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഐസ് വെള്ളത്തിന് പകരം ഐസ് ക്യൂബ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ നിങ്ങൾക്ക് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ അരച്ച് വെച്ചത് മറ്റൊരു ബൗളിലേക്ക് ഒന്ന് മാറ്റി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അതേ ജാറിൽ തന്നെ ബാക്കിയുള്ള അരി കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നേരത്തെ പോലെ തന്നെ നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതും ഇതുപോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഈ അരച്ചത് നമ്മൾ നേരത്തെ അരച്ചത് ഒഴിച്ചു വെച്ചിരുന്ന അതേ ബൗളിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ അരച്ചെടുക്കേണ്ടത് ഉഴുന്നാണ്. ഉഴുന്നും ഉലുവയും കൂടെ വെള്ളത്തിൽ ഇട്ടത് അത് ഞാൻ അതേ ജാറിലേക്ക്, നമ്മൾ നേരത്തെ അരച്ച ജാറിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. ഇനി ഉഴുന്നും ഉലുവയും കൂടെ കുതിരാനിട്ട വെള്ളം കളയണ്ട, അത് നമുക്ക് ഇത് അരച്ചെടുക്കാനായിട്ട് ഉപയോഗിക്കാം. കാരണം ഉലുവ ചേർത്ത് കൊടുക്കുന്നത് എന്ന് വെച്ചാൽ ദോശയ്ക്ക് നല്ലൊരു കളറും അതുപോലെ തന്നെ നല്ലൊരു മണവും കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഉഴുന്നും ഉലുവയും കൂടെ ഞാനിവിടെ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അതും ഇതുപോലെ തന്നെ നല്ല ക്രീമി ടെക്സ്ചറിൽ തന്നെ ഞാൻ അരച്ചെടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എത്രയും ക്രീമി ആകാമോ അത്രയും രീതിയിൽ നിങ്ങൾ അരച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി ഇത് നമുക്ക് മറ്റൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാൻ അത് ജാറിൽ നിന്ന് മറ്റൊരു ബൗളിലേക്ക് മാറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇഡ്ഡലിയും ദോശയൊക്കെ സോഫ്റ്റ് ആകുന്നതിന് വേണ്ടി നമുക്ക് കുറച്ച് ചോറ് കൂടെ അരച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് അവലാണ് കിട്ടുന്നതെങ്കിൽ അത് ഇതിന് പകരമായിട്ട് അരച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതും കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഇനി നമ്മൾ വലിയൊരു പാത്രം എടുക്കാം കേട്ടോ. നല്ല അത്യാവശ്യം വലിപ്പമുള്ളൊരു പാത്രം എടുക്കാം. അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരുന്നതൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ഞാൻ ഉഴുന്ന് അരച്ചത് ചേർത്തിട്ടുണ്ട്. ഉഴുന്നും ഉലുവയും കൂടെ അരച്ചത് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് നമ്മൾ പച്ചരി അരച്ചത് കൂടെ നമുക്ക് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് തന്നെ നമ്മൾ ചോറരച്ച് വെച്ചിരുന്നതും കൂടെ നമുക്ക് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി അതുപോലെ തന്നെ ആ പാത്രത്തിൽ ബാലൻസ് ഉള്ള കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് അതിനകത്തേക്ക് ഒഴിച്ചതിന് ശേഷം കൈകൊണ്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കാം. കൈകൊണ്ട് കുഴക്കുന്നതിൻ്റെ ഗുണം എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലുള്ള മൈക്രോ ഓർഗാനിസംസ് ഒക്കെ ഇത് മാവ് നന്നായിട്ട് ഫെർമെൻ്റ് ആവാനായിട്ട് സഹായിക്കുന്നു. അപ്പം മാവ് പുളിച്ച് പൊങ്ങുന്നതിന് വേണ്ടി നമ്മൾ ഏറ്റവും നല്ലത് നമ്മുടെ കൈകൊണ്ട് തന്നെ ഇളക്കുന്നതാണ്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ല രീതിയിൽ അതെല്ലാം ആവുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ഉപ്പ് ചേർത്ത് വെക്കാം. പക്ഷേ ഞാൻ ഇതിൻ്റെ കൂടെ ഉപ്പ് ചേർത്ത് വെക്കുന്നില്ല. ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് പുളിക്കാനായിട്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ സാധാരണയായി മാവ് കലക്കി വെച്ച് കഴിഞ്ഞാൽ അധികമായിട്ട് കലക്കി വെക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം എടുത്തിട്ട് അതിൽ ഉപ്പ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ദോശ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ കലക്കി വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 6-7 മണിക്കൂർ വരെ നമുക്കിതൊന്ന് പൊങ്ങാനായിട്ട് വെക്കാം. അപ്പോൾ ഏകദേശം ഒരു 6 മണിക്കൂർ കഴിഞ്ഞു കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് പൊങ്ങിയായിരുന്നു. ഞാനപ്പോൾ ഒന്ന് സ്പൂൺ കൊണ്ടൊക്കെ അതൊന്ന് ഇളക്കിയിട്ടാണ് വെച്ചിരുന്നത്. ഈ കുമിളകൾ കാണുന്നത് കാർബൺ ഡൈ ഓക്സൈഡാണ്. അത് നമ്മുടെ ഇഡ്ഡലിയും ദോശയും ഒക്കെ വളരെ സോഫ്റ്റായിട്ട് കിട്ടുന്നതിന് സഹായിക്കും. അപ്പോൾ നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട്. ഇനി അത് നമുക്ക് സ്പൂൺ കൊണ്ട് പയ്യെ മാത്രം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഒരുപാട് സ്പീഡിൽ ഇളക്കണ്ട. നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായി
അത്രയും നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനൊരു ചെറിയ ബൗൾ എടുത്തിട്ടേക്ക് എനിക്ക് ആവശ്യമായ മാവ് ഞാൻ അതിനകത്തേക്ക് മാറ്റിയിട്ട് ആവശ്യമായ ഉപ്പ് ഒരു ചെറിയ അളവിൽ ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് ഞാൻ ചേർത്തിട്ട് അതൊന്ന് ചെറിയ രീതിയിലൊന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വളരെ സ്പീഡിൽ ചെയ്യേണ്ട, നമ്മൾ പയ്യെ അതൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഈ മാവിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഇതിപ്പോൾ നമുക്ക് ഇഡ്ഡലിക്കൊക്കെ പറ്റിയ രീതിയിലാണ് ഇതിൽ കൺസിസ്റ്റൻസി വന്നിട്ടുള്ളത്. അപ്പോൾ ഞാനിനി ഇഡ്ഡലിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് ഇഡ്ഡലി പാത്രം എടുക്കാം. അതിൽ നിന്നുള്ള ആ ഇഡ്ഡലി കോരി എടുക്കുന്ന തട്ടെടുത്തിട്ട് അതിലേക്ക് നമുക്ക് എണ്ണയോ നെയ്യോ എന്തെങ്കിലും തടവി കൊടുക്കാം കേട്ടോ. അപ്പോൾ 2 തട്ടിലും എണ്ണ ഞാൻ തടവി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അതിനകത്തേക്ക് മാവ് കോരി ഒഴിക്കാം. അപ്പോൾ ഒത്തിരി തിക്കായിട്ട് ഒഴിക്കാതെ കുറച്ച് ഒഴിച്ചാൽ മതി, കാരണം അത് പൊങ്ങി വരുമ്പോഴേക്കും അത്യാവശ്യം വലിപ്പമുള്ള ഇഡ്ഡലി ആയിരിക്കും. അപ്പോൾ ഞാൻ എല്ലാ തട്ടിലേക്കും അതിനകത്തേക്ക് ആ മാവ് കോരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് നമ്മുടെ അപ്പച്ചെമ്പിൽ വെക്കണം. അപ്പോൾ ആദ്യം അപ്പച്ചെമ്പ് വെച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് ഈ ഇഡ്ഡലിയുടെ തട്ട് ഇറക്കി വെക്കാം. അങ്ങനെ 2 തട്ടും ഇറക്കി വെച്ചിട്ട് ഞാനൊന്ന് അടച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായിട്ട് തിളച്ചതൊന്ന് ആവി വരട്ടെ. അപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റിന് ശേഷം നന്നായിട്ട് ആവി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ ഇഡ്ഡലി തട്ടൊന്ന് താഴേക്ക് ഇറക്കി വെക്കാം കേട്ടോ. എന്നിട്ട് ആ ഇഡ്ഡലിക്ക് സോഫ്റ്റ്നെസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് അതിനകത്തേക്ക് കുറച്ച് വെള്ളം ഇങ്ങനെ തളിച്ചിട്ട് നമുക്കൊന്ന് വെക്കാം. ഇനി നന്നായിട്ട് അതൊന്ന് തണുത്തതിന് ശേഷം മാത്രം ആ ഇഡ്ഡലി തട്ടിൽ നിന്ന് ഓരോന്നായിട്ട് നമുക്ക് അടർത്തി ഇങ്ങനെ മാറ്റി നോക്കാം. ഇപ്പോൾ ഇഡ്ഡലി കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ ആ എല്ലാ ഇഡ്ഡലിയും ഞാൻ ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ദോശയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ദോശക്കല്ല് നന്നായിട്ടൊന്ന് ചൂടാക്കി അതിനകത്ത് ആവശ്യമായ എണ്ണയും കൂടെ ഒഴിച്ച്, നെയ്യ് അല്ലെങ്കിൽ എണ്ണയാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ചൂടാക്കിയെടുക്കാം. നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മുടെ മാവ് ഇതുപോലെ നമുക്ക് അങ്ങോട്ട് കോരി അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി സ്പൂൺ ഉപയോഗിച്ച് നിങ്ങൾക്ക് ആവശ്യമുള്ള വലിപ്പത്തിൽ അതിനെ നമുക്ക് ഒന്ന് പരത്തി കൊടുക്കാം. ആ ദോശ നന്നായിട്ട് പരത്തി കഴിയുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് നമുക്ക് എണ്ണയോ നെയ്യോ എന്താണ് നിങ്ങൾക്ക് താല്പര്യം അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു വശം നന്നായിട്ട് മുരിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. വീണ്ടും കുറച്ച് നെയ്യോ എണ്ണയോ ആവശ്യം പോലെ നമുക്ക് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം 2 വശവും നന്നായിട്ട് മുരിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ നമുക്ക് ഇതേമാതിരി ആവശ്യമായ അളവിൽ നമുക്ക് ദോശ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ദോശ നമുക്ക് ഏത് വലിപ്പത്തിൽ വേണേലും ഉണ്ടാക്കാം കേട്ടോ. വലിയ ദോശ വേണമെങ്കിൽ ഉണ്ടാക്കാം, അതുപോലെ തന്നെ സ്മോൾ കുട്ടി ദോശയാണോ ഉണ്ടാക്കുന്നതെങ്കിൽ അങ്ങനെയും നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഏത് ഷേപ്പിലും ഉണ്ടാക്കാനായിട്ട് നമുക്ക് പറ്റും. ഇങ്ങനെ മാവ് നന്നായിട്ട് പൊളിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നല്ലപോലെ കുമിളകൾ വരും കേട്ടോ. ഇങ്ങനെ കുമിളകൾ വന്നാൽ അങ്ങനത്തെ ദോശ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ദോശയായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാകും. സാധാരണ കുട്ടികൾക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയൊക്കെ ആയിരിക്കും, അതുപോലെ ഇഡ്ഡലിയൊക്കെ ആയിരിക്കും ഇഷ്ടം ഉണ്ടാവുക. അങ്ങനെ നമ്മുടെ ദോശ ഇഡ്ഡലിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ബെല്ലൈക്കൺ, അതിൻ്റെ കൂടെയുള്ളൊരു ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണേ, എങ്കിലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന നെക്സ്റ്റ് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനായിട്ട് മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.